ഹലോ ഫ്രണ്ട്സ്, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ എല്ലാവർക്കും ബീട്രൂട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. ആദ്യം തന്നെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു പാൻ നമ്മൾ വെച്ച് കൊടുത്തു. പിന്നീട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നില്ല, സോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ആഡ് ചെയ്യട്ടോ. ഞാനിത് രണ്ടും ഒരുമിച്ചാണ് ആഡ് ചെയ്യുന്നത്. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉപ്പ്. അതാരും മറന്നു പോകരുത്, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ലോ ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും എന്തേ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. സോ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോ എല്ലായിടത്തും ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പെങ്ങാനും കുറവുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതും നല്ലപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യാം. എനിക്ക് കറിവേപ്പില ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതൊന്ന് അടച്ചു വെച്ചാലും മതി. കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആയിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലല്ലേന്ന്, അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥയായിരിക്കും കേട്ടോ. ഞാൻ അറിയാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കരിയാൻ ചാൻസ് കൂടുതലാണ്. ഭാഗ്യത്തിന് നമ്മുടെ കരിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഞാനത് കണ്ട് ഫ്ലെയിം ഓഫാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിൾ ആണ്. സോ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. സോ ട്രൈ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ആയിട്ട് ഇടണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.